നമസ്കാരം, എൻ്റെ പേര് വിഷ്ണുരാജ്. ഞാൻ കായിക വകുപ്പ് ഡയറക്ടറാണ്. കോളേജ് സ്പോർട്സ് ലീഗ് ഒരു പുതിയൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് ജൂലൈ 18 കേരളത്തിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. എന്താണ് കോളേജ് സ്പോർട്സ് ലീഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള ചാമ്പ്യൻഷിപ്പുകളോ അല്ലെങ്കിൽ നിലവിലുള്ള ടൂർണമെന്റുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് കോളേജ് സ്പോർട്സ് ലീഗ് കൂടുതലധികം സാധ്യതകൾ കായിക മേഖലയ്ക്ക് കോളേജുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ഒരു കുട്ടികൾ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർ ചെയ്യുന്ന ഒരു ഗവേണിംഗ് ബോഡി, 2 മന്ത്രിമാർ, കായിക വകുപ്പിന്റെയും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും മന്ത്രിമാർ കോ ചെയർ ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥരും ഈ കായിക മേഖലയുടെ തന്നെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ ഉൾപ്പെടെ പ്രാതിനിധ്യമുള്ള ഒരു ഗവേണിംഗ് ബോഡി ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഗവേണിംഗ് ബോഡിയിൽ ഉരുത്തിരിഞ്ഞു പറഞ്ഞ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ തലത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് തല കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ട്രക്ചർ ഓൾറെഡി റെഡിയാണ്. ഇനി ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യതകൾ അതിനെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ, കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കോളേജസ് ആണ്. കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമായി കഴിയുമ്പോൾ അവർക്ക് വിവിധ മേഖലകൾ തിരിച്ച് ഹോം ആൻഡ് അവേ മാച്ചസ് ആയിട്ട് കോമ്പറ്റീഷനുകൾ നടത്താനായിട്ടാണ് ഇതിന്റെ പ്ലാൻ, ബേസിക് പ്ലാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കോളേജ് സ്പോർട്സ് ലീഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ ഒരു കോമ്പറ്റീഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യപ്പെടുന്നത്. നിലവിലെ ടൂർണമെന്റുകളോ ചാമ്പ്യൻഷിപ്പുകളോ ഒക്കെ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ദിവസത്തെ 1-2 ദിവസത്തെ ഗെയിം ഡേ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോളേജുകളിൽ തന്നെ ക്യാമ്പസുകളിൽ സ്പോർട്സ് ആക്ടിവിറ്റികളുടെ ദൈർഘ്യം വളരെയധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോളേജ് സ്പോർട്സ് ലീഗ് പോലൊരു കൺസെപ്റ്റ് വരുമ്പോൾ, ഒരു കോളേജ് ലീഗിന്റെ ഭാഗമാകുമ്പോൾ വെറും ഗെയിം ഡേ മാത്രമല്ല കോളേജ് സ്പോർട്സിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് ഈ ഒരു ഇവന്റിൽ വരുന്നത്. ആ ഇവന്റിനോട് മുന്നോടിയായിട്ടുള്ള ടീം ഫോർമേഷൻ, ഇവന്റിന് വേണ്ടിയുള്ള പ്ലാനിങ്, ഗ്രൗണ്ടുകളുടെ സജ്ജീകരണം, ടീമുകളുടെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സ്ട്രാറ്റജിക് അനാലിസിസ് എന്നിങ്ങനെ വിവിധ മേഖലകൾ, കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ കുട്ടികൾക്ക്, ഇത് സ്റ്റുഡന്റ് ലെൻഡ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മെമ്പർ കോളേജുകൾ ഇതിന്റെ പ്രധാന കണ്ണിയാണെന്നിരിക്കെ, അതിന്റെ ഉള്ളിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള കോളേജ് സ്പോർട്സ് കൗൺസിൽസ്, കുട്ടികൾ തന്നെ ലീഡ് ചെയ്യുന്ന, കായിക അധ്യാപകരുടെ കൂടി പിന്തുണയോടുകൂടി കുട്ടികൾ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു കൗൺസിൽ കോളേജുകളിൽ, ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള കോളേജുകളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൗൺസിലുകളാണ് ടീമുകളുടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇനങ്ങളിലെ വിവിധ ടീമുകളെ ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അവർ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സജ്ജമാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. മാത്രമല്ല അവർക്ക് ആ ടീമിനെ ബ്രാൻഡ് ചെയ്യാനും ലോക്കൽ സ്പോൺസേഴ്സിന് ഉൾപ്പെടെ എൻഗേജ് ചെയ്യാനുമായിട്ടുള്ള, അതുപോലെ തന്നെ ഫാൻസുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഈ കോളേജ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തന മേഖലയിൽ വരുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു ഗെയിം ആ ഗെയിം കളിക്കുന്നവരെ മാത്രമായി തീരാതെ ആ ഗെയിമിന് പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടേത് കൂടിയാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റാണ് കോളേജ് സ്പോർട്സ് ലീഗ്. ഇതിന്റെ ഭാഗമാകുന്നതോടെ കോളേജ് സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ക്യാമ്പസിന് പുറത്തുനിന്ന് ലഭിക്കുന്ന ഒരുപാട് ലൈഫ് സ്കിൽസ് ഉൾപ്പെടെ ഈ ഒരു കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമാകുന്നതോടെ അവർക്ക് കൈവരികയാണ്. ഇത് കൂടുതൽ കുട്ടികളെ എംപ്ലോയബിലിറ്റി ഉറപ്പുവരുത്താനും കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷർ കായിക മേഖലയിലൂടെ തന്നെ മറ്റ് വിവിധ മേഖലയിലേക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം കോളേജ് സ്പോർട്സ് ലീഗുകളിലൂടെ, കോളേജ് സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലേക്ക് വന്നു ചേരാനായിട്ട് പോവുകയാണ്. കോളേജ് സ്പോർട്സ് ലീഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്? വിവിധ ഇനങ്ങൾ കോളേജുകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നിലവിലുള്ള വിവിധ പ്രസക്തിയുള്ള വിവിധ ഇനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫുട്ബോൾ ആണെങ്കിൽ, ബാഡ്മിന്റൺ ആണെങ്കിൽ, അങ്ങനെ വോളിബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ലീഗിന്റെ ഭാഗമാകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോളേജിന് വിവിധ ഇനങ്ങളിൽ തന്നെ അവരുടെ വിവിധ ടീമുകളെ അയക്കാനായിട്ടുള്ള സാഹചര്യവും ഉണ്ട്. ഇതൊരു ലീഗ് കൺസെപ്റ്റ് ആവുന്നതോടെ ജില്ലയിൽ തന്നെ വിവിധ ക്ലസ്റ്ററുകളായിട്ട് ഫോം ചെയ്ത് ആ ക്ലസ്റ്ററുകൾക്കുള്ളിൽ വരുന്ന കോളേജുകളെ ഹോം ആൻഡ് അവേ മാച്ചസ് ആയിട്ട് നമ്മൾ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഹോം അവേ മാച്ചസ് നടത്തുമ്പോൾ ആ കോളേജിന്റെ, ആ പർട്ടിക്കുലർ പങ്കെടുക്കുന്ന കോളേജുകളുടെ ഫാൻസും അവരുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. ഉദാഹരണത്തിന് ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ആ കോളേജിൽ പിൽക്കാലത്ത് ഒരു ടീം ഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ടീമിന്റെ ഒരു ഫാനായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിൽ കോളേജുകളിൽ ഫോം ചെയ്യുന്ന ടീമുകളുടെ ബ്രാൻഡിങ്ങും ആ ബ്രാൻഡുകൾ വഴി ഫാൻസുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ വരികയാണ്. നിലവിലുള്ള ടൂർണമെന്റ് സ്ട്രക്ചറിൽ നേരെ വിഭിന്നമാണ് ഈ ഒരു ശൈലി. കേരളത്തിന്റെ കായിക നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കായിക സമ്പദ് വ്യവസ്ഥ. ഇപ്പോ നിലവിലുള്ള ടൂർണമെന്റുകളൊക്കെ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് സ്ട്രക്ചറാണ്. കോളേജ് സ്പോർട്സിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന്റെ റോൾ ഒരു ലിമിറ്റഡ് റോളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കോളേജ് സ്പോർട്സ് കൗൺസിലുകളും ടെക്നിക്കൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കോളേജ് സ്പോർട്സ് ലീഗിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ വരുമ്പോൾ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ കോളേജ് ക്യാമ്പസുകളിലൂടെ, കോളേജ് ക്യാമ്പസ് സ്പോർട്സിലൂടെ കേരളത്തിന്റെ കായിക മേഖലയിൽ സൃഷ്ടിക്കപ്പെടാനായിട്ടാണ് പോകുന്നത്.
ഈ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാകട്ടെ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ പുത്തനൊരു ഉണർവാണ് കേരളത്തിന്റെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വരാനായിട്ട് പോകുന്നത്. കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഒരു റവന്യൂ ജനറേഷൻ മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിലവിൽ ആദ്യ 3 സീസണുകളോളം ഗവൺമെന്റ് അതൊരു ഫണ്ടിങ്ങിലൂടെ കൂടി പോകുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് ഗവൺമെന്റ് ഷുഡ് ബി ഗ്ലോബലി ബാക്കിംഗ് ഔട്ട്. ഇതൊരു സ്റ്റാൻഡ് അലോൺ എക്കണോമിക് സിസ്റ്റം, ഒരു സ്റ്റാൻഡ് അലോൺ ബിസിനസ് മോഡലായിട്ട് ഈ കോളേജ് സ്പോർട്സ് ലീഗ് മാറണം എന്നുള്ളതാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ റവന്യൂ ജനറേഷൻ സ്കോപ്പുകൾ? പങ്കെടുക്കുന്ന കുട്ടികൾക്ക് TAD ഇനത്തിലും, അതുപോലെ തന്നെ പങ്കെടുക്കുന്ന കോളേജുകൾക്ക് ബ്രാൻഡിംഗ് ഇനത്തിലും, സ്ട്രീമിംഗ് മേഖലയിലൂടെയും മറ്റുമെല്ലാം കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പ് ജനറേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഈ മെമ്പർ കോളേജസിനുണ്ട്. കോളേജ് സ്പോർട്സ് ലീഗ് ഒരു ഗവൺമെന്റ് ലെഡ് ഇനീഷ്യേറ്റീവ് ആണെന്നിരിക്കെ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രാവീണ്യം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ടൂർണമെന്റിന്റെ ഭാഗമാവുന്ന കുട്ടികൾക്ക്, വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിലും മറ്റ് DA TA ഇനത്തിലൊക്കെ ഒരുപാട് പോക്കറ്റ് മണി അല്ലെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത കോളേജ് സ്പോർട്സ് ലീഗ് തുറന്നു വെക്കുന്നുണ്ട്. നിലവിലുള്ള ചാമ്പ്യൻഷിപ്പുകളോ ടൂർണമെന്റുകളോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇയറിൽ ഗെയിം ടൈം വളരെ ചുരുക്കമാണ്. അത് പലപ്പോഴും 1-2 ഗെയിമിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ ലീഗ് പോലെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ ഹോം ആൻഡ് അവേ മാച്ചസ് അഷ്യൂർഡ് ആയിട്ട് ഇത്ര മാച്ചസ് നടക്കുമെന്ന് കോളേജ് സ്പോർട്സ് ലീഗ് പോലുള്ള ഒരു കൺസെപ്റ്റിന് പറയാനായിട്ട് സാധിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഇയർ റൗണ്ട് വിസിബിലിറ്റി കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ കിട്ടുക വഴി അവരുടെ സ്കില്ല് അപ്സ്കിൽ ചെയ്യാനും ഷാർപ്പൻ ചെയ്ത് നിർത്താനും കൂടുതൽ അവരുടെ സ്കില്ലിന് വേണ്ടി വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാധ്യത ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട്. ഒരു ഗെയിം ജയിക്കുന്നത് കൊണ്ട് അവസാനിച്ച് പോകുമായിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് സ്ട്രക്ചറിനെ നമ്മളൊരു ലീഗ് ഫോർമാറ്റിലേക്ക് മാറ്റുകയും അതിന്റെ ഡാറ്റ പ്രോപ്പർലി ക്യാപ്ചർ ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നത് വഴി ഒരു ഇയർ റൗണ്ട് വിസിബിലിറ്റി ഒരു നല്ലൊരു പ്ലെയർക്ക് കോളേജ് സ്പോർട്സ് ലീഗ് വഴി വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്ന ഒരു കാര്യമാണ് പ്രൊഫഷണൽ ലീഗുകളിലേക്കുള്ള സ്കൗട്ടിംഗ്. കോളേജ് സ്പോർട്സ് ലീഗ് ഒരു ഫീഡർ കാറ്റഗറിയാണ്, നിലവിലുള്ള പ്രൊഫഷണൽ ലീഗുകളിലേക്കുള്ള ഒരു ഫീഡർ കാറ്റഗറി. അപ്പോൾ ഇതിൽ സ്കിൽ തെളിയിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിന് മറ്റ് പ്രൊഫഷണൽ ലീഗുകളിലേക്കുള്ള ഒരു എൻട്രി കോളേജ് സ്പോർട്സ് ലീഗ് വഴി വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ സാമ്പത്തിക നേട്ടം ഈ കോളേജ് ലീഗിന്റെ ഭാഗമായിട്ട് വരുന്ന പ്ലേയേഴ്സിന് ഭാവിയിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത കൂടി കോളേജ് സ്പോർട്സ് ലീഗ് തുറന്നു വെക്കുന്നുണ്ട്. നിലവിലുള്ള കോളേജ് ടൂർണമെന്റുകളാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പുകളാണെന്നുണ്ടെങ്കിലും അതിലേക്ക് ബ്രാൻഡുകളുടെ ഒരു പ്രസൻസ്, പുറത്ത് എക്സ്റ്റേണൽ ബ്രാൻഡുകളുടെ ഒരു പ്രസൻസ് വളരെ ലിമിറ്റഡ് ആണ്. എന്നാൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കോളേജ് സ്പോർട്സ് ലീഗ് പോലെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് ബ്രാൻഡുകളുടെ എൻട്രി വളരെ സുതാര്യമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കപ്പെടുമ്പോൾ കുറച്ചുകൂടി അത് മോണിറ്റൈസ് ചെയ്യപ്പെടാണ് സ്പോർട്സ്. ഇത്തരത്തിൽ സ്പോർട്സ് മോണിറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ കുട്ടികൾ അതിലേക്ക് ആകർഷകരാകുകയും അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിലേക്ക് കൂടുതൽ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിച്ചുകൊണ്ട് ഈ സ്പോർട്സ് ഇതര മേഖലകളുടെയും സ്പോർട്സ് മേഖലകളുടെ ഒക്കെ ഭാഗമാകാനായിട്ടുള്ള ഒരു സാധ്യത കൂടി കോളേജ് സ്പോർട്സ് ലീഗ് തുറന്നു വെക്കുന്നുണ്ട്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് എന്ന് പറയുമ്പോൾ അത് കേവലം ഗെയിം മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അനുബന്ധ മേഖലകളുണ്ട്. ഉദാഹരണത്തിന് കമന്ററി, അതിന്റെ മാർക്കറ്റിംഗ്, അതിന്റെ സ്പോർട്സ് ഫിസിയോ, സ്പോർട്സ് മെഡിസിൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമാകുന്നതോടുകൂടെ ഈ വിവിധ മേഖലകളിലേക്ക് അവർക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് കോളേജ് സ്പോർട്സ് ലീഗിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള, അവർക്ക് അതിന്റെ കണ്ടന്റ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കമന്ററി പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് റിലേറ്റഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൊമേഴ്സ് മേഖലകളിലേക്ക്, ഈ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കൊമേഴ്സ് മേഖലകളിലേക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ കോളേജ് സ്പോർട്സ് ലീഗ് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള മേഖലകളിലുള്ള പ്രാവീണ്യം തെളിയിക്കാനും അതിലൊക്കെയുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കോളേജ് സ്പോർട്സ് ലീഗ് വഴി വരികയാണ്. ഇത് അവരുടെ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പോർട്സിന്റെ വഴിയിലൂടെ തന്നെ വിവിധ മേഖലകളിലേക്ക് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ് പിന്നീട് അവരെ ജോലി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരെ ഒരു പുതിയൊരു എംപ്ലോയ്മെന്റ് റെഡി ആയിട്ട് അവരെ മാറ്റാനായിട്ട് ഈ ഒരു കോളേജ് സ്പോർട്സ് ലീഗ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടി ഒരുക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിന്റെ കായിക നയം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പില്ലേഴ്സ് എന്ന് പറയുന്നത് സ്പോർട്സ് എക്കണോമി, സ്പോർട്സിന്റെ ഓവറോൾ ഡെവലപ്മെന്റ്, ഇംപ്രൂവ്ഡ് അത്ലറ്റിക് പെർഫോമൻസ് എന്നിങ്ങനെ ഒരുപാട് മേഖലകൾ കായിക നയം കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സ്പോർട്സിന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ്. കേരളത്തിലെ കായിക മേഖല വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ വികസിപ്പിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ലീഗുകളും ഇത്തരത്തിലുള്ള നവീനമായ ആശയങ്ങളും കായിക മേഖലയ്ക്ക് കടന്നു വരുന്ന വഴി കായിക മേഖല വികസിക്കുന്നതോടൊപ്പം തന്നെ ഒരു യുവത്വത്തിന്റെ സമഗ്രമായ വികസനം കായിക മേഖലയിലൂടെ എന്നുള്ളൊരു സ്വപ്നം കൂടിയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്.
മാറി വരുന്ന കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ക്യാമ്പസുകളിൽ ലഭ്യമായിട്ടുള്ള ഭൂമി ഇൻഡസ്ട്രിയൽ പാർക്കുകളായിട്ട് മാറ്റാവുന്ന ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജ് നമ്മൾ വ്യവസായ മേഖലയിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. സിമിലർലി കേരളത്തിന്റെ കായിക മേഖലയിൽ ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിലൂടെ അക്കാഡമി സ്പോർട്സ് ലിങ്കേജ് വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു അവസരമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. വിവിധ ബ്രാൻഡുകൾ കാണുന്നുണ്ടെങ്കിലും വിവിധ കൊമേഴ്സ് ഫേമുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ക്യാമ്പസുകളിലേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻട്രി കുട്ടികൾ അത്തരത്തിലുള്ള ഫേമുകളായിട്ടും അത്തരത്തിലുള്ള വിപണന മേഖലകളിലായിട്ടും ഡയറക്റ്റായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുവഴി അവരുടെ സ്കില്ല് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ആയിട്ടുള്ള ഒരു സാഹചര്യം കോളേജ് സ്പോർട്സ് ലീഗ് തുറന്നു വയ്ക്കുന്നുണ്ട്. നമുക്ക് IPL ഇത്രയും ഒരു വളരെയധികം ജനസമ്മതി നേടിയതിനു ശേഷം ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ആഡ് വരുമ്പോൾ, ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ജേഴ്സി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു എന്തെങ്കിലും ഒരു ജേഴ്സി ഒരു ഗുഡീസ് ഒക്കെ വരുന്ന സമയത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാറില്ല. അത് മാർക്കറ്റിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുക, ആ ഒരു ഫാൻ ലോയൽറ്റി, ആ ഒരു ബ്രാൻഡുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തിടപഴകുക, അത്തരത്തിലുള്ള എൻഗേജ്മെന്റ്സ് ഫാൻസുമായിട്ട് അത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടീമുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്ന ഈ കോളേജ് സ്പോർട്സ് കൗൺസിൽ സോൺ ചെയ്യുന്ന ടീമുകൾക്ക് അത്തരത്തിലൊരു ഇന്ററാക്ഷൻ ഫാൻസുമായിട്ടും ഭാവിയിൽ സ്പോർട്സുമായിട്ട് ഇടപഴകാൻ പോകുന്ന യുവതലമുറയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചുകൂടാ? ആ ഒരു സാധ്യത കൂടി ഇതിൽ കോളേജ് സ്പോർട്സ് ലീഗിൽ തുറന്നു വയ്ക്കപ്പെടുന്നുണ്ട്. ഈ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കോളേജിൽ സൃഷ്ടിക്കപ്പെടുന്ന ടീമുകൾ ഒരു ബ്രാൻഡായി മാറുകയും അവരുടേതായിട്ടുള്ള ഇ-കൊമേഴ്സ് മേഖലകളിലേക്ക് അവർ വ്യാപൃതരാകുകയും അതുവഴി കൂടുതൽ ഫാൻസുമായിട്ട് എൻഗേജ് ചെയ്യും. കൂടുതൽ സമഗ്രമായിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ് യൂത്തിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ടീനേജേഴ്സിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിന്റെ ഇതിലേക്ക് ഉണ്ടായിരിക്കും. സ്പോർട്സ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഒരു പിരമിഡൽ മോഡൽ. അതിന്റെ ബേസിൽ ഗ്രാസ് റൂട്ട് ലെവൽ സ്പോർട്സ് ഡെവലപ്മെന്റും മിഡിൽ ലെവൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ്ങും ഏറ്റവും അപെക്സ് ലെവലിൽ അതിന്റെ ഹൈ പെർഫോമൻസ് എലീറ്റ് ലെവൽ പെർഫോമൻസ് ട്രെയിനിങ് ഉൾപ്പെടെ വരുന്നതാണ് ഈ ഒരു ട്രയാങ്കുലർ ഒരു പിരമിഡൽ മോഡൽ ഓഫ് സ്പോർട്സ് ഡെവലപ്മെന്റ്. കോളേജ് സ്പോർട്സ് ലീഗ് ഒരു ബേസ് ലെയറിനെയും മിഡിൽ ലെയറിനെയും ഈക്വലി എൻകംപാസ് ചെയ്യുന്ന ഒരു ഫോമാണ്. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സിനെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ, അതോടൊപ്പം തന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ കുട്ടികളെ കൂടുതൽ എപെക്സ് ലെവലിലേക്ക് പോകാനായിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കോളേജ് സ്പോർട്സ് ലീഗ് തരുന്നുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ രണ്ട് നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിന്റെ കായിക മേഖലയിൽ വരാനായിട്ട് പോവുകയാണ്. സ്പോർട്സ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ശ്രമം കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സ്പോർട്സിന്റെ ഇതര മേഖലകളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം തെളിയിക്കുന്നതിന് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി വിവിധ കോഴ്സുകൾ ഇതിന്റെ ഭാഗമായിട്ട് സ്പോർട്സ് മാനേജ്മെന്റ്, സ്പോർട്സ് മെഡിസിൻ ഇത്യാദി മേഖലകളിലെല്ലാം പുതിയ കോഴ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം ഡിവൈസ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം സ്കൂളിംഗ് തലത്തിലും സ്പോർട്സ് കരിക്കുലം വഴി നിർമ്മിക്കുക വഴി ചെയ്തു വരുന്നുണ്ട്. അതായത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന ജനറൽ കരിക്കുലത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്പോർട്സിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ടുന്ന രീതിയിൽ കരിക്കുലം മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്തരത്തിൽ സ്പോർട്സ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പാഠ്യപദ്ധതിയും കൂടി സ്കൂൾ തലത്തിലും ഹയർ എഡ്യൂക്കേഷൻ തലത്തിലും മാറുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും ക്യാമ്പസുകളിലേക്ക് കൂടുതൽ കുട്ടികളെ കായിക മേഖലകളിൽ വഴി അട്രാക്ട് ചെയ്യപ്പെടാനുമായിട്ടുള്ളൊരു പുതിയൊരു ഉണർവ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവാനായിട്ട് പോവുകയാണ്. ഒരു ടീം ഫോം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാറ്റ അനാലിസിസ്. ഒരു പ്ലെയറുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ എയ്ഡ് ചെയ്യുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഡാറ്റ കളക്ഷനും ഡാറ്റ അനാലിസിസും. നമ്മൾ ആദ്യ സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ ഈ കളിക്കാനായിട്ട് പോകുന്ന കുട്ടികളുടെ ഡാറ്റ ഉൾപ്പെടെ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് വളരെ കോംപ്രഹെൻസീവായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സീസൺ കഴിയുമ്പോഴേക്കും കുട്ടികൾ അതിൽ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ ഒരു ഡീറ്റെയിൽ പ്രൊഫൈൽ നമുക്ക് ആസ് ഫാർ ആസ് സ്പോർട്സ് പെർഫോമൻസ് ഈസ് കൺസേൺ ഡീറ്റെയിൽ പ്രൊഫൈൽ നമുക്ക് ക്യാപ്ചർ ചെയ്യപ്പെടും. ഓരോ സീസൺ കഴിയുന്തോറും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. സോ ഈ ക്യാപ്ചർ ചെയ്യുന്ന ഡാറ്റ ഇൻഡിവിജ്വൽ പ്ലെയർക്ക് അവന്റെ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, മറ്റ് ടീമുകൾക്ക് അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോംപ്രഹെൻസീവ് ഡാറ്റ ക്യാപ്ചറിങ്ങും അത് ബേസ് ചെയ്തിട്ടുള്ളൊരു നമ്മൾ ഈ പ്ലേയേഴ്സിന്റെ ഡാറ്റ അവരുടെ പെർഫോമൻസ് ഡാറ്റ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്താണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം വിലയിരുത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ടീം ഓണറെ സംബന്ധിച്ചിടത്താണെങ്കിലും ഒരു സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും ഇവരെ സ്കൗട്ട് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ ലീഗ് ഓണേഴ്സ് ടീം ഓണേഴ്സിനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഡാറ്റ നല്ല രീതിയിൽ അവർക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കോളേജ് സ്പോർട്സ് ലീഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഓൾറെഡി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ലീഗിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇതൊരു ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്.
ദ സെയിം ടൈം സ്പോർട്സിൽ ഇത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്പോർട്സ് എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള വളരെ ചോദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കോളേജ് സ്പോർട്സ് ലീഗ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്പോർട്സിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു അവസരം കൂടി തുറന്നു വയ്ക്കുക. അത് കേവലം ഗെയിം ഡേയിൽ മാത്രമല്ല, ആ ഗെയിമിൻ്റെ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും, അവരുടെ ട്രെയിനിങ് ആണെങ്കിലും, അവരുടെ സെൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും, അവരൊരു കപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു റിസപ്ഷൻ ആണെന്നുണ്ടെങ്കിലും, ഇതിലെല്ലാം ഒരു ആഘോഷത്തിൻ്റെ എലമെൻറ്റ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക് സ്പോർട്സ് വഴി കടന്നു വരാനായിട്ട് പോവുകയാണ്. അതിന് ഒരു വേദിയാവാനായിട്ട് കോളേജ് സ്പോർട്സ് ലീഗ് 2025 ആദ്യമായിട്ടൊരു ചുവടെടുത്ത് വെക്കുകയാണ്. നമ്മൾ എത്ര പേര് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കോളേജിൽ ഒരു സ്പോർട്സ് ഡേ നടക്കുമ്പോൾ അവിടെ ഒരു കാണികളായി ചെന്നിരുന്ന് അവിടുത്തെ ടീമുകളെയും അവിടുത്തെ പ്ലേയേഴ്സിനെയും ചീർ ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മൾ എത്ര പേര് നമ്മൾ പഠിച്ചിറങ്ങിയ കോളേജുകളിൽ ആ കോളേജുകൾ പിന്നീട് ഒരു ചാമ്പ്യൻഷിപ്പിലോ ഒരു സ്പോർട്സ് ഇവൻറ്റിലോ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ആ ടീമിന് വേണ്ടി ചീർ ചെയ്യാനായിട്ട് പോയിരുന്നിട്ടുണ്ട്. നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കോളേജ് സ്പോർട്സ് ലീഗ് 2025 ഈ വരുന്ന ജൂലൈ 18 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അതിൻ്റെ തിരശ്ശീല ഉയരുകയാണ്. ഇതൊരു അവസരമാണ് നമുക്ക് സ്പോർട്സ് സെലിബ്രേറ്റ് ചെയ്യാനും കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്പോർട്സ് ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ടുള്ളൊരു അവസരമാണ്.